പൃഥ്വിരാജിന്റെ അയാം ഖലീഫയിലെ സലാമത്ത് അലി എന്നൊരു സോങ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. കേട്ടോക്കാം വാ. അറബി ടൈപ്പ് ബീറ്റ് കൊള്ളാം. ഞാൻ തീം മ്യൂസിക് ആണ് ഇന്നത്തെ. സമയത്തിന് പ്ലേസ് ചെയ്താൽ സൂപ്പർ ആവും. റെഡി, 1 2 3. സലാമത്ത് അലി സലാമത്ത് അലി. കൊള്ളാം കേട്ടാ. ഓ, ആക്ച്വലി നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഈ സിനിമയുടെ പേര് ഖലീഫ എന്നാണ്, റൂളർ എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ ഈ സിനിമയിലെ മോസ്റ്റ് ഓഫ് ദി ബാക്ക്ഗ്രൗണ്ടും, മോസ്റ്റ് ഓഫ് ദി അല്ല, പടം ഫുള്ളും വരുന്നത് മുസ്ലിംസ് ബാക്ക്ഗ്രൗണ്ട് ആണ്. സിനിമയുടെ പേര് വെച്ച പോലെ തന്നെ ക്യാരക്ടേഴ്സും അമീർ അലി, മമ്പറക്കൽ അഹമ്മദ് അലി, അങ്ങനെയൊക്കെയാണ്. ഇതേപോലെ ഇതിൽ സലാമത്ത് അലി എന്നാണ് വരുന്നത്. ഇത് ഇനി ക്യാരക്ടർ ആണോ അല്ലെങ്കിൽ ആ ഒരു പാട്ടിന് വേണ്ടി അവർ ഒരു റൈമിങ് ടൈമിങ് പോലെ കിടക്കട്ടെന്ന് വേണ്ടി ഒരു പേരിട്ടതാണെന്നും അറിയില്ല. ബട്ട് ഈ പാട്ട് കൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ, പടത്തിൽ കറക്റ്റ് ടൈമിൽ പ്ലേസ് ചെയ്യുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് വിഷ്വലും മാച്ചായി വന്ന ആ ഒരു സീൻ പൊളിക്കും. ഈ പാട്ട് കൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ, ബീറ്റും ആ ഒരു അറബിക് ട്യൂണും മാപ്പിളപ്പാട്ട് മുസ്ലിം ആ ഒരു ടൈപ്പ് തന്നെയാണ്. കാരണം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് വരുന്ന അനുസരിച്ചാണ് ആ ഒരു പാട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് കൊള്ളാം. ഇത് കൊള്ളാം, സലാമത്തലി കൊള്ളാം. ഈ സെറ്റിങ്ങിലൊക്കെ പൃഥ്വിരാജോ ആരെങ്കിലും നടന്നൊക്കെ വരുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെ ഫ്ലാഷ് ബാക്ക്. എക്സ്ബിജോയില് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതും എക്സ്ബിജോയിലെ വേറെ ആരോ ഒന്ന് പറയുന്നുണ്ടോ? മലയാളത്തിൽ ലിറിക്സ് ചെയ്തണമെന്ന് ചെറിയ പരിപാടിയാണ്. ഈ പാട്ട് കത്തില്ല കേട്ടാ. ഓ, ഇത് ആ ഒരു സമയത്തിട്ട കിടിലായിരിക്കും. സലാമത്ത് അലി സലാമത്ത് അലി സലാമത്ത് അലി സലാമത്ത് അലി. റൈറ്റ്, 1 2 3 4. സലാമത്ത് അലി സലാമത്ത് അലി സലാമത്ത് അലി സലാമത്ത് അലി. കൊള്ളാം. എടാ, സലാമത്തിലി കൊള്ളാടാ. ലിറിക്സും ഞാൻ പറഞ്ഞില്ലേ, കറക്റ്റ് ടൈമിൽ പ്ലേസ് ചെയ്യുവാണെങ്കിൽ തിയേറ്റർ കത്തും. അമ്മാരി ഒരു പാട്ടും കൂടെയാണ് സലാമത്തിലി പാട്ട്. കേൾക്കാൻ ഒരു സ്പീഡ് കൊണ്ട്, മ്യൂസിക്കും കൊള്ളാം, ബീറ്റും കൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ, ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ട് ആണ്. കാരണം അമീർ അലി, അഹമ്മദ് അലി, സലാമത്ത് അലി, ഖലീഫ പടം, ആ ഒരു ബാക്ക്ഗ്രൗണ്ടും അസലായവളെ പാട്ടും എല്ലാം അതുപോലെ തന്നെയാണ്. ക്യാരക്ടേഴ്സും മുസ്ലിംസ് ആണ്. അപ്പൊ അതിനനുസരിച്ച് ഒരു അറബിക് ഫ്യൂഷൻ ആ ഒരു ടൈപ്പിലൊക്കെ തന്നെയാണ് മ്യൂസിക്കും പിടിച്ചിരിക്കുന്നത്, ലിറിക്സ് ആയാലും പിടിച്ചിരിക്കുന്നത്. ബട്ട് ഈ സലാമത്തിലി പാട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ആ ഒരു ബീറ്റ് ആവട്ടെ, ആ ഒരു സ്പീഡ് ആവട്ടെ, ആ ഒരു ലിറിക്സ് ആവട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ലിറിക്സിൽ ഇങ്ങനെ വരുമ്പോൾ പൃഥ്വിരാജ് അവിടെ നിന്ന് എന്തെങ്കിലും നടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ചേസിങ് നടക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പെട്ടെന്ന് ഓടുമ്പോൾ, എല്ലാവരും ഇങ്ങനെ ഓരോ സീൻ കട്ട് ചെയ്ത് പോകുമ്പോൾ ഈ പാട്ടൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ പ്ലേസ് ചെയ്യുമ്പോൾ സൂപ്പർ ആയിരിക്കും. സലാമത്തിലി പാട്ട് കിട്ടില്ലം പാട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു പാട്ട്. ബട്ട് ഇതിന് മുമ്പ് ഞാനൊരു പാട്ട് കേട്ട്, ഭ്രാന്തായവളെ ഭ്രാന്തായാലോ എന്നൊരു പാട്ട്, അതെനിക്ക് ഭ്രാന്തായി. അതിനെ കുറിച്ച് ഇപ്പൊ നമുക്ക് പറയണം. ഇപ്പൊ നമ്മൾ സലാമത്തലിയാണ്. കിടിലം പാട്ട്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ജെക്സ് വിജയ് അറിഞ്ഞ് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ഒരു
സലാമത്തലി 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 സലാമ. ആ നല്ലൊരു ഫ്ലൂട്ട് സാധനം, ഒരു നല്ലൊരു അറബിക് വേഷം പോലെ അതെല്ലാം പിടിച്ചു വെച്ചിട്ടുണ്ട്. സലാമത്തലി കലക്കാത്തലി.